ഹായ് ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു തലശ്ശേരി കിച്ചൺ ടൈം. നമ്മൾ ഇന്ന് ചെയ്യുന്നത് മുരിങ്ങയിലൻ്റെ കറിയാണ്. മുട്ട ഇട്ടിട്ടുള്ള മുരിങ്ങയിലൻ്റെ കറി. ഇത് മെയിനായിട്ട് ഒറോട്ടിക്കാട്ട അധികം അങ്ങനെ ആക്കല്. ഞാനിപ്പോൾ ആക്കിയത് ഒറോട്ടിക്കാണ് ഇത്. അപ്പോൾ ഇതെങ്ങനെ ചെയ്യുന്നതെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ ഇതിലേക്കുള്ള ഒരരവ് നമുക്കൊന്ന് റെഡിയാക്കി വെക്കാം. അതിന് വേണ്ടിയിട്ട് ഇതാ മിക്സീൻ്റെ ജാറിൽ ഞാൻ തേങ്ങ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു 1/4 കപ്പ് തേങ്ങ ഉണ്ട്. അതിലേക്ക് 2 ചെറിയ ഉള്ളി ചേർത്ത് കൊടുക്കാം. പിന്നെ നമുക്കതിലേക്ക് ഒരു 1.5 ടീസ്പൂണ് പെരിഞ്ജീരകം ചേർത്ത് കൊടുക്കാം. പെരിഞ്ജീരകം എന്ന് പറഞ്ഞാൽ വലിയ ജീരകം, നമ്മളെ ഫെനൽ സീഡ്. പിന്നെ അതിലേക്ക് ഒരു 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇതൊന്ന് അരച്ചിട്ടെടുക്കാം. അപ്പോൾ ഇതാ അത് അരച്ചിട്ട് അവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കറി ഉണ്ടാക്കാൻ വേണ്ടി തുടങ്ങാം. അതിനിതാ ഒരു പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ തന്നെ ഒഴിക്കാൻ വേണ്ടി നോക്കാം. പിന്നെ അതിലേക്ക് ഒരു ഉള്ളി ചേർത്ത് കൊടുക്കാം. ഒരു ഉള്ളി നേരിയതായിട്ട് കട്ട് ചെയ്തിട്ട് ചേർത്തിട്ടുണ്ട്. പിന്നെ നമുക്കിതിലേക്ക് ഒരു 3-4 പച്ചമുളക് നീളത്തിൽ കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കാം. പച്ചമുളക് നിങ്ങളെ എരിവിനനുസരിച്ചിട്ട് ബാലൻസ് ചെയ്തിട്ട് ഇട്ട് കൊടുക്കാം. നമുക്ക് ഈ കറിയിലേക്ക് ഇനി എരിവിന് വേണ്ടിയിട്ട് വേറെ മുളക് പൊടിയോ അങ്ങനെയൊന്നും ചേർക്കുന്നില്ല. അപ്പോൾ പച്ചമുളക് ചേർക്കുന്ന സമയത്ത് എരിവ് ബാലൻസ് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്കതിലേക്ക് അതിനാവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഈ ഉള്ളി നമുക്ക് നല്ലോണം തന്നെ ഒന്ന് വാട്ടിയിട്ടെടുക്കാം. അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്തിട്ടുണ്ട്. ഉള്ളി വാട്ടുന്ന സമയത്ത് ഫ്ലെയിം ഒരു മീഡിയത്തിൽ വെക്കാം. ഇതിപ്പോൾ ഞാൻ ഇത് ഒറോട്ടിക്കാട്ടാക്കുന്നത് എൻ്റെ നാട്ടിൽ പൊതുവെ ഇത് ഒറോട്ടിക്ക് തന്നെ ആക്കാം. ഒറോട്ടിക്ക് പക്ഷേ കുറേ കറികൾ ഒറോട്ടിക്കാക്കും. പക്ഷെ ഈ കറിക്ക് ഒറോട്ടിയെ തന്നെ അധികം ആക്കാൻ അങ്ങനെയാട്ട ഒരു കോംബോ ഇതിൻ്റെ. അപ്പോൾ ഇതാ ഉള്ളി നല്ലോണം വാടി വന്നു കഴിഞ്ഞാൽ നമുക്കിനി ഇതിലേക്ക് ഇതാ മുരിങ്ങയില ചേർത്ത് കൊടുക്കാം. ഇത് ഞാൻ നല്ലോണം കഴുകി വെള്ളം കളഞ്ഞിട്ടെടുത്തതാണ് മുരിങ്ങയില. അപ്പോൾ അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഉള്ളി നല്ലോണം തന്നെ വാട്ടിയ ശേഷമാണ് മുരിങ്ങയില ചേർക്കുന്നത്. അപ്പോൾ ഇതാ മുരിങ്ങയില ചേർത്തിട്ട് അതും നമുക്ക് നല്ലോണം തന്നെ ഒന്ന് വാട്ടിയിട്ടെടുക്കാം. മുരിങ്ങയില കുറച്ച് കൂടുതൽ ചേർക്കാം, കാരണം ഇതെന്തായാലും വാടി വന്നു കഴിഞ്ഞാൽ അത്രേ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇതാ മുരിങ്ങയിലയും നമുക്ക് നല്ലോണം തന്നെ വാട്ടിയിട്ടെടുക്കാം. പിന്നെ ഈ വീഡിയോ കാണുന്ന സമയത്ത് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാം. ചാനൽ ഇഷ്ടമാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി ഒന്ന് പ്രസ് ചെയ്യുക. എങ്കിൽ മാത്രമേ ഞാൻ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ. അപ്പോൾ ഇതാ മുരിങ്ങയില ഇതാ വാടി വന്നേരം ഇത്രയേ ഉള്ളൂ. അതാ ഞാൻ പറഞ്ഞ ഫസ്റ്റ് കുറച്ച് കൂടുതൽ ഇടാം, എങ്കിൽ മാത്രമേ കുറച്ച് കാണുള്ളൂ. പിന്നെ നമുക്കതിലേക്ക് അരവ് ചേർത്ത് കൊടുക്കാം. നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച ആ അരവാണ് ഇത്. അത് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഞാൻ മിക്സീൻ്റെ ജാറിൽ തന്നെ കുറച്ച് കൂടുതലായിട്ട് തന്നെ വെള്ളം ചേർത്തിട്ട് അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അത് നല്ലോണം തന്നെ ഒന്ന് മിക്സ് ചെയ്യാം. എന്നിട്ട് നമുക്കിതൊന്ന് തിളപ്പിച്ചിട്ടെടുക്കാം. ആ തേങ്ങൻ്റെ അരവെല്ലാം ഒന്ന് നല്ലോണം ഒന്ന് തിളച്ചിട്ട് വരട്ടെ. അപ്പോൾ ഇതാ ആ അരവെല്ലാം നല്ലോണം തന്നെ തിളച്ച് വന്നിട്ടുണ്ട്. അത് ജസ്റ്റ് ഒന്ന് ഫസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്കിനി ഇതിലേക്ക് മുട്ട ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇതാ ഒരു 3 മുട്ട എടുത്തിട്ടുണ്ട്. അത് ഇതിലേക്ക് ഈ ഒരു രീതിയിൽ ചേർത്ത് കൊടുക്കാം. മുട്ട ചേർത്തിട്ട് നമുക്കത് നല്ലോണം തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ആ മുട്ട കറിൻ്റെ എല്ലാ ഭാഗത്തേക്കും എത്തുന്ന രീതിയിൽ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ ഒരു ടൈമിന് ഫ്ലെയിം ഒന്ന് ലോ ആക്കി വെക്കാം. ആ മുട്ട ഒന്ന് ആ കറിയിൽ കിടന്നിട്ട് ഒന്ന് വെന്ത് വരട്ടെ. അപ്പോൾ അതാ മുട്ട എല്ലാം വെന്ത് വന്നിട്ടുണ്ട്. അപ്പം നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട്. നമുക്ക് സിമ്പിളായിട്ട് കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രം യൂസ് ചെയ്തിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന, പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കറിയാണ്. അപ്പോൾ ഇതെന്തായാലും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇത് ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ഒറോട്ടിക്ക ഈ കറി ചെയ്തത്.
ഒറോട്ടിന്റെ റെസിപ്പി ഞാൻ മുമ്പേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് ഈ വീഡിയോയിൽ കാണിക്കാത്തത്. അപ്പൊ അത് കാണാത്തവരുണ്ടെങ്കിൽ അതൊന്ന് കണ്ടു നോക്കാം. അപ്പൊ എന്തായാലും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം, ഫീഡ്ബാക്ക് പറയാം. പിന്നെ ഈ വീഡിയോ ഹെൽപ്പ് ആവും എന്നുള്ളവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം. അപ്പൊ ഇൻഷാ അല്ലാ വേറെ വീഡിയോ ആയിട്ട് കാണാം.